നമ്മുടെ സഹോദരിമാരെ കഥയാണെങ്കിലോ ഭൗതികമായ കലാലയത്തിൽ ഉരന്തള്ളിയിട്ട് നടന്നു പോകുന്ന സഹോദരിമാർ, ഒരു രക്ഷിതാവിനും അതിൽ നിയന്ത്രണമില്ലാത്ത കാലം, എവിടേക്ക് പോകുന്നു എന്ന് വിലയിരുത്താത്ത കാലഘട്ടങ്ങളായി മാറുമ്പോ തന്റെ മക്കൾ ആർദവത്തിന്റെ മസല പഠിച്ചിട്ടില്ല, തന്റെ ജീവിതത്തിൽ നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു സ്ത്രീയുടെ ആർദവം നിന്നാൽ എത്രയും പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് ളുഹുറിന്റെ സമയത്തായാൽ പെട്ടെന്ന് കുളിച്ചു വരുമ്പോഴേക്ക് അസർ ബാങ്ക് കൊടുത്താലും ഓടി വന്ന് നിസ്കരിച്ച് ളുഹുർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അസറിന്റെ സമയത്തിലായാ അസറും ളുഹുറും നിസ്കരിക്കൽ നിർബന്ധമാണ്. മഗ്രിബിന്റെ സമയത്തിലായാ മഗ്രിബ് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇശാഇന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ആർദവം നിന്നാൽ ആ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി ഇശാവും തൊട്ട മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കൽ നിർബന്ധമാണ്. സുബഹിന്റെ സമയത്തിലായാൽ സുബഹി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇശാഇന്റെയും അസറിന്റെയും സമയത്തിലായാൽ തൊട്ട മുമ്പുള്ള നിസ്കാരം നിർബന്ധമാണ്. അത് പരസ്പരം ജമ്മാക്കുന്ന നിസ്കാരമാണ്. ഇന്ന് നമ്മളെ സഹോദരിമാരെ കഥ എന്താണെന്നല്ലേ? ആർത്തവം നിന്ന് പോയാൽ അവർക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത്, എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത്, ആ സമയത്ത് പോയിട്ട് കുളിക്കാനും ഒഴിവ് കിട്ടുമ്പോ നിസ്കരിക്കുന്ന സ്വഭാവമായി മാറുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, റബ്ബ് നമ്മളെ വെറുതെ വിടുകയില്ല. ആർദവത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന നോമ്പുകളുണ്ടല്ലോ. ഒരു കൊല്ലത്തെ കാലാവധി നമുക്ക് റബ്ബ് തന്നാൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഒരു കൊല്ലമായിട്ടും നിങ്ങൾ ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന് ഫൈന് വരികയാ. ഒരു നോമ്പിനൊരു മുദ്ദ് കൊടുക്കണം. 2 കൊല്ലം പിന്തിച്ചാ 2 മുദ്ദ് കൊടുക്കണം. നോമ്പ് നോൽക്കലും നിർബന്ധമാണ്. ഇങ്ങനെ വിവരക്കേടിന്റെ പേരിൽ, ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കടക്കാരായി കബറിൽ കിടക്കേണ്ട ഗതികേട് വരുന്നില്ലേ? പ്രിയപ്പെട്ട ഉമ്മ, 15ാമത്തെ വയസ്സിൽ ആർദവത്തിന്റെ പേരിൽ 7 നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ 60 വയസ്സ് ജീവിക്കാൻ റബ്ബ് അനുസരിച്ചു കഴിഞ്ഞാൽ 45 കൊല്ലമായി ആ നോമ്പ് ഖളാഹ് വീട്ടിയിട്ടില്ല എങ്കിൽ 60ാമത്തെ വയസ്സിൽ ഉമ്മാമ മരണപ്പെട്ടു പോയാൽ 45 കൊല്ലം തന്റെ നോമ്പ് പിന്തിച്ചതിന്റെ പേരിൽ 45 മുദ്ദ് പാവപ്പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ്. തന്റെ ഉമ്മയുടെ കാതിൽ ചിറ്റുണ്ടായാൽ, കഴുത്തിൽ മലയുണ്ടായാൽ, പണം ഉണ്ടായാൽ, ലാൻഡുകളും സ്വത്തുകളും ഉണ്ടായാൽ അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാൻ അത് റബ്ബ് അനുവദിക്കുന്നില്ല. പാവപ്പെട്ടവരെ മുദ്ദു കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങളെ മയ്യത്ത് മിഹ്റാബിലും വെച്ചിട്ട് ഈ ഉമ്മക്ക് വല്ല കടങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞാൽ തന്റെ ഉമ്മ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ, തന്റെ പെങ്ങൾ നോമ്പ് ഖളാഹ് വീട്ടാത്തതിന്റെ പേരിൽ ഇങ്ങനെ മുദ്ദു കൊടുക്കാനുണ്ടെന്ന കാര്യം ഒരാളും അറിയുന്നില്ല. ഉമ്മാമ കടക്കാരിയായി കബറിൽ കഴിഞ്ഞുകൂടുകയാണ്. ഒരാള് കടക്കാരായി മരിച്ചാൽ, രക്തസാക്ഷിയായി മരണപ്പെട്ടാൽ പോലും റബ്ബ് അയാൾക്ക് രക്ഷ കൊടുക്കുകയില്ല. മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. മയ്യത്ത് നിസ്കരിക്കാൻ റസൂലുള്ള തയ്യാറാവുകയാണ്. സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ, ഈ മയ്യത്തിൽ വല്ല കടങ്ങളുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ കടമുണ്ടെന്ന് പറയുമ്പോ റസൂലുള്ള നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം ആ മയ്യത്തിന്റെ കടം ആരും ഏറ്റെടുക്കുന്നില്ല. റസൂലുള്ള മയ്യത്ത് നിസ്കരിക്കാതെ പിന്തിരിയുകയാണ്. അവസാനം ആ കടത്തിന് പരിഹാരം കാണുമ്പോ റസൂലുള്ള വന്ന് ഇമാമായി നിസ്കരിക്കുകയാണ്. റസൂലുള്ള പറയുന്നു, സഹാബ, ഒരാൾക്ക് നിരവധി ജീവൻ അല്ലാഹു കൊടുക്കുകയും ആ ജീവൻ മുഴുവനും രണാങ്കണത്തിൽ രക്തസാക്ഷിയായി ഷഹീദായാൽ പോലും കടം റബ്ബ് പുറത്തു കൊടുക്കുകയില്ല. തന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, വിവരക്കേടിന്റെ പേരിൽ ഒരുപാട് കടബാധ്യതകൾ വന്നുകൂടുകയാണ്. ഇത് ഞാനൊരു സാമ്പിൾ മാത്രം ഓർമ്മപ്പെടുത്തി എന്നാണ്.